സോസ് കൂട്ടിയിട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ താരമാണ് ഇത് കോളിഫ്ലവർ. എന്തൊരു വണ്ണമാണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കോളിഫ്ലവർ ഫ്രൈ ചില്ലി. ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ്. അപ്പൊ നമുക്കിതിനെ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഞാനും എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ അല്ല, കോൺഫ്ലവർ. കോൺഫ്ലവർ നമ്മൾ എടുത്തത് വലിയ കോളിഫ്ലവർ ആയതുകൊണ്ട് ഈ ഒരു കപ്പിന് ഇത്ര കോൺഫ്ലവർ കൂടി വേണം. നമുക്കിതിലേക്ക് ഇടാം. നമുക്ക് വേണ്ടത് മൈദയാണ്. കോൺഫ്ലവർ കൊണ്ടിനാക്കാണെങ്കിൽ കുറച്ച് അധികം മൈദ നമുക്കിതിലേക്ക് ഇടാം. നമുക്ക് കടലപ്പൊടി ഇടാം. 1/4 കപ്പ് കടലപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടി. നമുക്ക് ക്രിസ്പി ഇട്ടണ്ടേ, ഇതാണ് ഇത് അരിപ്പൊടി. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്കിതിലേക്ക് ഇടാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാൻ വെള്ളം വയ്ക്കൂ. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇടാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഐറ്റം കൂടി ഇടാനുണ്ട്. നമുക്ക് വേണ്ടത് പെപ്പർ പൗഡർ ആണ്, അതായത് കുരുമുളക് പൊടി. ഇനി നന്നായി മിക്സ് ചെയ്യാം. അപ്പോ ഗായ്സ്, നമ്മൾ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ചതച്ച മുളകും കൂടി ഇടാം. ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. കറിവേപ്പിലും ഇതും ലാസ്റ്റ് ഇങ്ങനെ ഇടണേ. ഇനി പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഫ്രൈ ചില്ലി, ഇതാണ് ഇതിന്റെ പേര്. ഇതാണ് നമ്മുടെ ചില്ലി ഗോബി. സോസ് കൂട്ടിയിട്ട് ഇത് കണ്ടോ, ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. സോസ് കൂട്ടിയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.